എല്ലാവർക്കും ഹായ്. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലും എനിക്കറിയില്ല. കുറേ പേര് അമ്മമാർ, നിങ്ങളുടെ ചേച്ചിമാർ, ചേട്ടന്മാരൊക്കെ അനിയനൊക്കെ വേണ്ടി ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കിയാണ് കേട്ടോ. ഇവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസിയാണ്. ഇവിടെ മിക്ക ഇൻ്റർവ്യൂസിലും ഇംഗ്ലീഷ് ഫ്ലുവൻസി നോക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് അറിയണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിച്ചതിനെ പറ്റിയിട്ടൊക്കെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ അവർ ഷോർട്ട് ടൈം, ലോങ് ടൈം ഗോൾ, അതൊക്കെ യൂറോപ്യൻ സ്റ്റൈൽ ഇന്റർവ്യൂസ് ആണോ, അതും ചോദിക്കുന്നവരുണ്ട്. അല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കുന്ന അവർ ചോദിക്കും. അപ്പോൾ നമ്മുടെ സ്കിൽസ് പറയണം, നമ്മുടെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് കറക്റ്റായിട്ട് എന്താ പറയുക, അവർ നമ്മൾ എടുക്കണം. അതേപോലെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് സംസാരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി അവർ ചെക്ക് ചെയ്യും. അപ്പോൾ കുറച്ച് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് എന്നൊക്കെ കുറച്ചാൽ മതി, അപ്പം സെറ്റ് ആയിക്കോളും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ തലേദിവസമോ 2 ദിവസം മുന്നേ തുടങ്ങിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടിരുന്ന് ഇങ്ങനെ പറയാം. ഒന്നെങ്കിൽ മിറർ നോക്കി പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരോടെങ്കിലും പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും പറഞ്ഞാൽ മതി. ആദ്യം അവർ ചിരിക്കും, അത് മൈൻഡ് ആക്കണ്ട. പക്ഷെ നമ്മുടെ ആവശ്യമായി പോയില്ല, നമുക്ക് ജോബ് കിട്ടണമല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ ഒരു നാണക്കേട് അങ്ങനത്തെ കാര്യമൊന്നും വിചാരിക്കേണ്ട. നമ്മൾ തന്നെത്താനെ ഒന്ന് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽപ്ഫുള്ളാക്കും. എന്നെ ഹെൽപ്ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഹെൽപ്ഫുള്ളാക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ നമുക്കിതെല്ലാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ജോബ് വേണ്ടേ, അപ്പോൾ അതെല്ലാം സെറ്റാക്കാവുന്ന ഒരു കാര്യങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചെടുത്തിട്ട് അതൊരു 5 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീൻ്റെ വീഡിയായിരിക്കും. ഞാൻ 5 years പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ, അപ്പം ഞാൻ ഒന്ന് പതറി. പക്ഷെ ഞാൻ പറഞ്ഞ ആൻസറൊക്കെ ഞാൻ പറഞ്ഞിട്ട്, അതുപോലെ അങ്ങനത്തെ കുറെ പതർന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും വെച്ചങ്ങ് നമ്മളൊന്ന് മാനേജ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഫോമൽസിലായിരിക്കണം കേട്ടോ പോകേണ്ടത്. ഇൻ്റർവ്യൂസിനെല്ലാം ഫോമൽ വെയർ ആയിരിക്കണം. ഈ നാട്ടിൽ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ ഡേ